നമുക്കിന്നിവിടെ രാവിലെ ചപ്പാത്തിയും ഉള്ളിക്കറിയാണേ. അപ്പോൾ ഞാൻ ചപ്പാത്തി കഴിച്ചാൽ അങ്ങോട്ട് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഇനി ബ്ലഡ് ടെസ്റ്റിന് പോകണം. അപ്പോൾ അതുകൊണ്ട് റാഗി വെച്ചിട്ട് പുട്ടുണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ അതിൽ 2-3 കുഞ്ഞ് സ്പൂൺ എടുത്ത് ഒന്ന് നനച്ചൊന്ന് പുട്ടിനാക്കി ഒന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഇവിടെ കുഞ്ഞനാണെങ്കിൽ തകർത്ത് പിടിച്ചിരുന്ന് ജോലി ചെയ്യുകയാണ്. സൺഡേ ആണെങ്കിലും ഭയങ്കര ആത്മാർത്ഥതയാണ് കേട്ടോ ജോലിക്കാര്യത്തിൽ. അങ്ങനെ എൻ്റെ പുട്ടൊക്കെ പെട്ടെന്നായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പുട്ടും പിന്നെ ഉള്ളിക്കറിയും കൂട്ടി ഒരു പിടി പിടിച്ചു. ഇവിടെ അനിയത്തിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടുകയാണ്. ഫുഡൊക്കെ വാരിക്കൊടുത്ത് ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ 3 വഴിക്കാവും. അതിൻ്റെ ഒരു സ്നേഹപ്രകടനമാണ്. പിന്നെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അവിടുന്ന് അപ്പച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അവരോട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം പിന്നീട് ഞങ്ങൾ ലാബിൽ പോകാൻ ഇറങ്ങി. ലാബിലും പോയി ബ്ലഡൊക്കെ കൊടുത്തിട്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി. ശാലുവിന് പോകുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ച് പിന്നെ വീട്ടിൽ വന്നു. ഇത്തിരി പണിയുണ്ടായിരുന്നേ. നമുക്ക് ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ശാലുവും സംഗിയൊക്കെ നാളെ പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞൊരു സദ്യ, വലിയതായിട്ട് കറികളൊന്നും ഇല്ലെങ്കിലും 1-2 കറികളൊക്കെ വെച്ചിട്ടൊരു സദ്യയാണ്. ഇലയൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ അതൊരു രസമാണല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. തറയിരുന്ന് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ മുകളിൽ